മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഇപ്പോൾ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. രണ്ട് UDF സ്ഥാനാർത്ഥികളാണ്. 5-ാം വാർഡിലും അതോടൊപ്പം തന്നെ 14-ാം വാർഡിലാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ വിജയിച്ചത്. ഇന്ന് മുസ്തഫ ചാലുപ്പറമ്പ്, ഭാര്യയായ നിഷ ചാലുപ്പറമ്പ്. ഏതായാലും വലിയൊരു വിജയമാണ്. 14-ാം വാർഡിൽ BJP അട്ടിമറിച്ചുകൊണ്ടാണ് മുസ്തഫാക്ക വിജയിച്ചത്. 5-ാം വാർഡിൽ കഴിഞ്ഞ തവണ മുസ്തഫാക്ക നിന്ന വാർഡിലാണ് ഭാര്യ നിഷ നിന്നത്, അവിടെയും വിജയിച്ചു. ഏതായാലും ഇവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു വിജയമാണ്. 2 വാർഡിലും വിജയിക്കുന്നു. താങ്കൾ മത്സരിച്ച വാർഡിൽ ഭാര്യ വിജയിക്കുന്നു. BJPയുടെ വാർഡിൽ അത് അട്ടിമറിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. എങ്ങനെ കാണുന്നു? വലിയ സന്തോഷമുണ്ട്. നല്ലൊരു മത്സരമായിരുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, CPMൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. രണ്ടുപേര് പിറകിലാക്കിക്കൊണ്ട് 166 വോട്ടിൻ്റെ ലീഡോട് കൂടിയിട്ടാണ്, ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് വിജയം കരസ്ഥമാക്കിയത്. ഇവിടെ എല്ലാ ആളുകളും നമ്മളെ അംഗീകരിച്ചു എന്നതിലാണ് ഏറെ സന്തോഷിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയി മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5-ാം വാർഡിലാണ് മത്സരിച്ചത്. അവിടെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ ഒരു വാർഡാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ 5-ാം വാർഡിൽ നിന്ന് കുറച്ച് ഭാഗം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ബാക്കി 13-ാം വാർഡിൻ്റെ BJP കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുന്നത്തെ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച വാർഡാണ്. അവിടെയാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. 3 സ്ഥാനാർത്ഥികളായിരുന്നു. മൊത്തം 687 വോട്ടാണ് അവിടെ പോൾ ചെയ്തത്. അതിൽ നിന്ന് 166 വോട്ടിൻ്റെ ലീഡ്. ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ വോട്ട് BJPയുടെ ഒരു പ്രദേശത്ത് ജയിക്കാന്ന് പറഞ്ഞാൽ അതൊരു ജനങ്ങളോട് തന്നെയാണ്. എനിക്ക് വോട്ട് നൽകിയാൽ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ 5-ാം വാർഡിലെ പ്രവർത്തനം അവിടെ ഗുണമായോ ശരിക്കും? 5-ാം വാർഡിലെ പ്രവർത്തനവും അവിടുത്തെ ആളുകളോടുള്ള ആ പരിചയവും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പരിചയവും അവിടെ വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ആളുകൾ അങ്ങോട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതും ഇതൊരു മത്സരത്തിന് വിജയത്തിന് കാരണമായിട്ടുണ്ട്. ഭാര്യ നിഷ തന്നെ ചേരുന്നുണ്ട്. വല്ലാത്തൊരു വിജയമാണ്. പ്രതീക്ഷിച്ചിരുന്നോ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നല്ല മത്സരമായിരുന്നു. പിന്നെ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രതീക്ഷിച്ചിരുന്നു ശരി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ, വീടാന്തരം പോകുമ്പോൾ ആ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? ആളുകളെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കും എന്നുള്ള. പിന്നെ നിന്ന വാർഡല്ലേ, ആ ഒരു പ്രതീക്ഷ നല്ല ഉണ്ടായിരുന്നു. മുസ്താഖാന്റെ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാവും. അതിനെന്തായാലും കൂടെ പ്രവർത്തനത്തിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോ പഞ്ചായത്തിൽ ഒരുമിച്ച് പോക്കും ഒരുമിച്ച് വരുവാണ്. അതെങ്ങനെ കാണുന്നുണ്ട്? പ്രവർത്തനത്തിലും മുന്നോട്ടായിട്ട് പോകും തീർച്ചയായിട്ടും. ഇനി സ്വാഭാവികമാണ്. ഇപ്പൊ എല്ലാവരും ഭർത്താവും നിങ്ങളും പഞ്ചായത്തിലേക്ക് പോകും. വീട്ടിലത്തെ കാര്യം ചെയ്യും? അതൊക്കെ ചെയ്യും. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തന്നെ പോവാ ചെയ്യും. എല്ലാ കാര്യവും ചെയ്യും. ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5-ാം വാർഡിൽ ജയിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ 5-ാം വാർഡിലെ പാർട്ടി പ്രവർത്തകരും അതിലുപരി നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ വലിയ സപ്പോർട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക്. ആ ഒരു സപ്പോർട്ട് അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ്. അതേപോലെ തന്നെ 14-ാം വാർഡിലെ പാർട്ടി പ്രവർത്തകർ വലിയ നല്ലൊരു പ്രവർത്തനമാണ് അവിടുത്തെ പാർട്ടി UDFൻ്റെ പ്രവർത്തകർ കാഴ്ചവെച്ചത്. അതിലവരെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് പോയിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ നിന്ന് വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാളും നിൽക്കുന്നതാണ്. ഈ 5-ാം വാർഡിലെ കാര്യം കൂടി നോക്കണം. 5-ാം വാർഡിലും 2 വാർഡും നമ്മൾ സുരക്ഷിതമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, കാരണം അവരുടെ അവകാശങ്ങളാണ് അതൊക്കെ, അത് വാങ്ങിച്ചു കൊടുക്കൽ നമ്മൾ ഉത്തരവാദിത്തം കൂടിയിട്ടാണ്. അതെന്തായാലും നിറവേറ്റും. ജനങ്ങളോടൊപ്പം തന്നെ ഈ നന്നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും മെമ്പർമാരുണ്ടെങ്കിൽ കൂടി ആവശ്യം വന്നാൽ നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ, കാരണം പുതിയ മെമ്പർമാരാണ് കുറേ വരുന്നത്, വനിതകളൊക്കെയാണ്. അപ്പോൾ എന്നിരുന്നാലും അവരുടെ കൂടെ ഒക്കെ ഉണ്ടായ പഞ്ചായത്തിൻ്റെ ഭരണം കൂടി UDF ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഭരണം കൂടി ലഭിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയത്നങ്ങളും നടത്തും. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നത്. രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. മുസ്തഫ ജയിച്ചത് 14-ാം വാർഡിലാണ്. BJP അട്ടിമറിച്ച്, BJPയുടെ ഒരു വാർഡായിരുന്നു, അത് അട്ടിമറിച്ചുകൊണ്ടാണ് മുസ്തഫ വിജയിച്ചത്. 5-ാം വാർഡിൽ മുസ്തഫ മത്സരിച്ച വാർഡും അത് നിഷയിലൂടെ നിലനിർത്തുകയും ചെയ്യുന്നു. ഏതായാലും ജനങ്ങളുടെ കൂടെ ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.